സകലവും നന്മയ്ക്കായി ചെയ്യുന്നവൻ എല്ലാം എനിക്കായി കരുതിയിട്ടുണ്ട്. സമ്പന്നനാമവൻ സന്നിധി മതിയേ, എനിക്കവൻ ജയക്കൊടിയേ. യേശുവേ നിന്റെ നാമമേ എൻ്റെ ആത്മാവിനാ താരമേ. നാവിനെത്ര മാധുരമേ യേശുവേ നിന്റെ നാമമേ എൻ്റെ ആത്മാവിൻ ആധാരമേ. നാവിനെത്ര മാധുരമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമ്പന്നനാകുന്ന കർത്താവ് അവൻ സകലവും നന്മയ്ക്കായി ചെയ്യുന്നവനാ. അവൻ വേണ്ടതൊക്കെയും കരുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എത്ര മനോഹരമായ, എത്ര അർത്ഥവത്തായ വാക്കുകളാണ്. പലപ്പോഴും ജീവിതത്തിൽ പലതിനെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ഒക്കെ നാം ദുഃഖിക്കാറുണ്ട്. എന്തായിത്തീരും എന്ന് ചിന്തിക്കാറുണ്ട്. വളരെ ആ വിഷയത്തിൽ നാം ഭാരപ്പെടാറുണ്ട്. കുഞ്ഞുങ്ങളുടെ ഭാവി, ശരീരസ്ഥിതി, സാമ്പത്തിക സ്ഥിതി, അങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഭാരപ്പെടേണ്ട വിഷയങ്ങളുണ്ട്. ഭാരപ്പെട്ടു പോകാം. എന്നാൽ കർത്താവിൽ ആശ്രയിച്ച് പാട്ടുകാരൻ പാടുന്നത് സകലവും നന്മയ്ക്കായി അവൻ ചെയ്യും. അവൻ എനിക്ക് വേണ്ടി എല്ലാം കരുതിയിട്ടുണ്ടേ. അവൻ സമ്പന്നനാണ്, അവൻ്റെ സന്നിധി മതിയേ. അവൻ എനിക്ക് ജയത്തിൻ്റെ കൊടിയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മനോഹരമായ പകൽക്കാലത്തിനായി എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എൻ്റെ യേശുവേ നിൻ്റെ നാമമേ എൻ്റെ ആത്മാവിനാധാരമേ, അതിൻ നാവിനത്ര മാധുര്യമേ. അതേ ഓർക്കും തോറും യേശുവിൻ്റെ നാമം നമ്മുടെ ഓരോരുത്തരുടെയും നാവിന് മധുരമുള്ളതാണ്. ഒരു വിശ്വാസിയുടെ സമ്പത്ത് എന്താണ് വാസ്തവത്തിൽ? ദൈവത്തിന് സ്തോത്രം. സമ്പന്നനായിരുന്ന യേശുക്രിസ്തു ദരിദ്രനായി തീർന്നത് ദരിദ്രരായ നമ്മെ സമ്പന്നരാക്കേണ്ടതിനാണ്. ദൈവത്തിന് സ്തോത്രം. അതിനവൻ എന്താണ് ചെയ്തത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായിത്തീർന്നു. അതെ, യേശു എന്തിനാണ് ദരിദ്രനായി ആ പുൽക്കൂട്ടിൽ പിറന്നത്? പുൽക്കൂട്ടിൽ വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെയാൽ യേശുവിനെ പുൽത്തൊട്ടിൽ കിടത്തി എന്നാണ് നാം വായിക്കും. യേശുവിനെ പുൽത്തൊട്ടിൽ കിടത്തിയെന്നേ നമുക്കറിയത്തുള്ളൂ. വാസ്തവത്തിൽ യേശു എവിടെയാണ് ജനിച്ചതെന്ന് പോലും പറയുവാൻ കഴിയാത്ത വിധത്തിലാണ് യേശുവിൻ്റെ ജനനം. അത്ര നിസ്സാരനായിരുന്നു. രാജാതിരാജാവും കർത്താവുമായ യേശു ക്രിസ്തുവിന് ഭൂമിയിൽ പിറക്കുവാൻ ഒരു സ്ഥലമില്ല. പിറന്ന യേശുവിനെ കിടത്തുവാനും സ്ഥലമില്ല. അത്ര അത്ര ദരിദ്രനായിട്ട് അവൻ ജനിച്ചു. കാരണം എന്താണ്? അതുപോലെ ദരിദ്രരായ നമ്മെ. അതിലും ദരിദ്രരാരെങ്കിലും ഉണ്ടോ? വളരെ അപൂർവമായേ ഉണ്ടാവുകയുള്ളൂ. പിറക്കുവാൻ സ്ഥലമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടാകാം. അങ്ങനെയുള്ളവരെ കൂടെ രക്ഷിക്കുവാൻ യേശു സമ്പന്നനായിരുന്നിട്ടും മഹാസമ്പന്നനായിരുന്നിട്ടും അവൻ ദരിദ്രനായിത്തീർന്നു. 2 കൊരിന്ത്യർ 8-ാം വാക്യത്തിലാണ് ആ ഭാഗം നാം കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ
ദാരിദ്ര്യത്താൽ നമുക്ക് ലഭിച്ച സമ്പത്ത് അനവധി. ദൈവത്തിന് സ്തോത്രം. എണ്ണിക്കൂടാത്ത വിധം സമ്പന്നരാ യേശു ക്രിസ്തുവിനാൽ ജനിച്ചവർ, ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവർ അനവധി സമ്പന്നരാ, അനവധി നന്മകളുടെ ഉടമസ്ഥരാ. ഒന്നാമതായി നാം വിശ്വാസത്തിൽ സമ്പന്നരാ. വിശ്വാസത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ് വിശ്വാസം. നമ്മുടെ പേര് തന്നെ വിശ്വാസികളെന്ന്. അതിൽ അവിശ്വാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മുന്നറിയിപ്പും കൊടുക്കുന്നുണ്ട്. ഏകാഗ്രതയും നിർമ്മലതയുമുള്ള ഹൃദയം വേണം. വിശ്വാസത്തിൽ സമ്പന്നരായിരിക്കണം. അവിശ്വാസമുള്ള ദുഷ്ടമനസ്സ് ആർക്കുമുണ്ടാകരുത് എന്നൊക്കെ താക്കീത് ദൈവവചനത്തിലുണ്ട്. അപ്പോൾ നാം എല്ലാവരും വിശ്വാസികളാണ്. ഒന്നാമത് യേശുവിൻ്റെ ജനനത്താൽ, യേശുവിൻ്റെ ദാരിദ്ര്യത്താൽ നമുക്ക് ലഭിച്ചിട്ടുള്ള സമ്പത്ത് നാം വിശ്വാസത്തിൽ സമ്പന്നരെന്നുള്ളതാണ്. അത് യാക്കോബ് അപ്പോസ്തലൻ വളരെ സിമ്പിളായി പറയുന്നു. പ്രിയ സഹോദരന്മാരെ കേൾപ്പീൻ, ദൈവലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളുമാകേണ്ടതിനെ തിരഞ്ഞെടുത്തില്ലയോ? യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. സകല ആത്മീയ അനുഗ്രഹങ്ങളും ഒരു വിശ്വാസി പ്രാപിക്കുന്നത് ക്രിസ്തു യേശുവിലുള്ള വിശ്വാസം മൂലമാണ്. വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന വളരെ അനുഗ്രഹങ്ങളുണ്ട്, ധാരാളം അനുഗ്രഹങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത് ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, എഫേസ്യർ 2:8. രണ്ടാമത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു, റോമർ 5:1. മൂന്നാമത് വിശ്വാസത്താൽ കൃപയിലേക്ക് പ്രവേശനം ലഭിച്ചു, റോമർ 5:2. നാലാമതായി വിശ്വാസത്താൽ ദൈവത്തോട് സമാധാനം പ്രാപിച്ചു. അഞ്ചാമതായി വിശ്വാസത്താൽ നാം ശുദ്ധീകരിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ നാം വായിക്കുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നാം ശുദ്ധീകരിക്കപ്പെട്ടു. അത് വിശ്വാസത്താലാണ്. അപ്പോസ്തലപ്രവൃത്തി 26:18. ദൈവത്തിന് സ്തോത്രം. അടുത്തതായി ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ ആത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം. ആത്മാവെന്ന വാഗ്ദത്ത വിഷയവും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞു. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഗലാത്യർ 3:14. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കുവാൻ തന്നെ. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം മുഖാന്തരമുള്ള ആത്മീയ നന്മകൾ, ദൈവത്തിന് സ്തോത്രം. അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്നാണ് അറിയപ്പെടുന്നത്. ആ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം മുഖാന്തരമാണ് അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനെ ദൈവത്തിൽ നിന്നും അനുഗ്രഹം മനുഷ്യർക്ക് വേണ്ടി, തൻ്റെ തലമുറയ്ക്ക് വേണ്ടി നൽകുന്നതിനുള്ള ഒരു മധ്യവർത്തിയായി കൂടെ ദൈവം അബ്രഹാമിനെ കാണുന്നു. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും.
അബ്രഹാം ഒരു അനുഗ്രഹത്തിൻ്റെ മധ്യവർത്തിയായിരുന്നു. അബ്രഹാം മുഖാന്തരമുള്ള അനുഗ്രഹം നാം പ്രാപിക്കേണ്ടതിന് അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കും. അപ്പോൾ ആത്മാവ് നാം വിശ്വാസത്താൽ വാഗ്ദത്ത വിഷയം ആത്മാവ് പ്രാപിക്കുവാനിടയായിട്ട് ദൈവത്തിന് സ്തോത്രം. അത് വിശ്വാസത്താലാണ് നാം പ്രാപിക്കുന്നത്. അടുത്തതായി അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, നമുക്ക് ശരീര സൗഖ്യം വിശ്വാസത്താൽ ലഭിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ, അവൻ്റെ നാമം തന്നെ നിങ്ങൾക്ക് കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിക്കുവാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങളെല്ലാവരും കാണുകയെ ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. കണ്ടോ, ദൈവത്തിന് സ്തോത്രം. ശരീര സൗഖ്യവും ആരോഗ്യവും വിശ്വാസത്താൽ നാം പ്രാപിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഏത് ശാരീരിക രോഗവും ക്ഷീണ അവസ്ഥയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ മാറി പരിപൂർണ വിടുതലും സൗഖ്യവും ആരോഗ്യവും നാം പ്രാപിക്കുന്നു, അനുഭവിക്കുന്നു. അത് വിശ്വാസത്താലാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. 7-മതായി ശരീരസൗഖ്യം പ്രാപിക്കുന്നു. 8-മതായി ദൈവശക്തിയിൽ വിശ്വാസത്താൽ കാക്കപ്പെടുന്നു. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, ദൈവശക്തിയിൽ കാക്കപ്പെടുന്നു. അടുത്തത് 1 യോഹന്നാൻ 5:4, വിശ്വാസത്താൽ ലോകത്തെ ജയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കണ്ടോ, ഈ ലോകത്ത് ജീവിക്കുന്നെങ്കിലും ഈ ലോകത്തെ എങ്ങനെ ജയിക്കുവാൻ കഴിയും? നിരവധി പ്രതികൂലങ്ങളുടെ നടുവിൽ, അനവധി പ്രലോഭനങ്ങളുടെ നടുവിൽ, നിരവധി പ്രതിസന്ധികളുടെ നടുവിൽ ഈ ലോകത്തെ എങ്ങനെ ജയിക്കുവാൻ കഴിയും? ലോകത്തെ ജയിച്ച ജയമോ അത് വിശ്വാസമാണ്. ദൈവത്തിന് സ്തോത്രം. ലോകത്തെ ജയിക്കുവാൻ നമുക്ക് വിശ്വാസത്താൽ ലോകത്തെ ജയിക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമുക്ക് കാണാം. ദൈവത്തിന് സ്തോത്രം. ഈ പ്രതിസന്ധികളെ, ഈ ലോകങ്ങളെ ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ദൈവത്തിന് സ്തോത്രം. ലോകത്തെ ജയിച്ച ജയം അത് നമ്മുടെ വിശ്വാസം തന്നെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അടുത്തതായിട്ട് വിശ്വാസത്താൽ നമുക്ക് വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാൻ കഴിയും. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, ദൈവവചനത്തിലെ വാഗ്ദത്തങ്ങളെല്ലാം നാം വിശ്വാസത്താൽ പ്രാപിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നാം നേടുന്നത്? അനേകർ പറയാറുണ്ട്, അനേക വാഗ്ദത്തങ്ങൾ ഉണ്ട്, അനേക വാഗ്ദത്തങ്ങൾ ദൈവം നൽകിയിട്ടുണ്ടെന്ന്. പക്ഷെ അതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാ പരാതിപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ വാഗ്ദത്തങ്ങളെ നമ്മൾ എങ്ങനെ പ്രാപിക്കും? അത് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം.
വാഗ്ദത്തങ്ങൾ എൻ്റെ അവകാശമാണെന്ന് മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവപൈതലിൻ്റെ അവകാശമാണ് വാഗ്ദത്തങ്ങൾ. പിതാവ് വാഗ്ദത്തം ചെയ്തു, അത് മക്കളുടെ അവകാശമാണ്. അത് ഈ വിശ്വാസത്താൽ എല്ലാ വാഗ്ദത്തങ്ങളെയും നമുക്ക് അവകാശമാക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. പിതാവിൻ്റെ മക്കൾ മുഴുവനും അപ്പൻ്റെ സ്വത്തിൻ്റെ അവകാശികൾ മക്കളാണ്. അപ്പൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മക്കളതിൻ്റെ അവകാശികളാണ്. അത് എങ്ങനെ അവകാശമാക്കും? ആത്മീക അനുഭവങ്ങളെല്ലാം വിശ്വാസത്താലാണ് പ്രാപിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നു. അവസാനമായിട്ട് ദൈവത്തിന് സ്തോത്രം, വിശ്വാസത്താൽ മരിച്ചാലും ജീവിക്കും, മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കും. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. ദൈവത്തിന് സ്തോത്രം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എത്ര ശക്തമായ വാഗ്ദത്തമാണ്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ വന്നുമിരിക്കുന്നു. ബഥാന്യയിലെ ഭവനത്തിൽ കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വിശ്വസിച്ച ഒരു വിശ്വാസി മരിക്കുന്നു, മരിച്ചാലും ജീവിക്കുന്നുള്ള വിശ്വാസത്തോടാണ് മരിക്കുന്നത്. മരിക്കുന്ന ഉടനെ എന്താ ജീവിക്കാത്തത്? ഒരു വിശ്വാസി മരിച്ചാലും ജീവിക്കുമെന്ന പ്രതീക്ഷയോടെ, ഉറപ്പോടെ, നിർണയത്തോടെ ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അതേ വിശ്വാസത്തിൽ മരിക്കുന്നു. അപ്പം ഉടനെ ഉയർത്തെഴുന്നേൽക്കണ്ടേ? എന്നാൽ അങ്ങനെയല്ല. മരിച്ച വിശ്വാസി ഉയർത്തെഴുന്നേൽക്കും. എപ്പോഴാ? കാഹളനാദത്തിങ്കില. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ, അഥവാ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും എന്ന് ഉറപ്പോടെ മരിച്ചവർ, ദൈവത്തിന് സ്തോത്രം, അവരെന്ത് ചെയ്യും? ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം, കർത്താവ് വരുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ജീവനോടെ ഉണ്ടായിരിക്കും. അവരാദ്യം ആ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുന്നില്ല. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം. അപ്പോൾ മരിച്ചവർക്കാ പ്രയോറിറ്റി. കാരണം എന്താ? അവരെ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വെയിറ്റ് ചെയ്ത് പ്രതീക്ഷയോടെ മരിച്ചതല്ലേ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ വാഹന സൗകര്യങ്ങൾക്ക് ഒത്തിരി പരിമിതിയുണ്ട്. പണ്ട് കാലത്തൊക്കെ രാത്രി ബസ്സുകൾക്കൊക്കെ കാത്തിരിക്കുന്ന മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുമായി കാത്തിരിക്കുമ്പോൾ ബസ് സ്റ്റാൻഡിലോ വെയിറ്റിംഗ് ഷെഡിലോ കുഞ്ഞുങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ വണ്ടി കാത്തിരുന്ന മാതാവിൻ്റെയോ പിതാവിൻ്റെയോ മടിയിൽ ഉറങ്ങിപ്പോകും. അപ്പോൾ ശ്രദ്ധിക്കണേ, വണ്ടി വരുന്ന സമയമാകുമ്പോൾ ഉണർത്താൻ നോക്കും. ഉണർത്തി ആദ്യം കുട്ടിയെ വണ്ടിയിലോട്ട് കയറ്റിയിട്ടാണ് പിതാവും മാതാവും കയറുന്നത്, അല്ലേ? അങ്ങനെ അല്ലാതെ ആദ്യം പിതാവും മാതാവും കയറിയിട്ട് കുട്ടിയെ കയറ്റുകയല്ല. കാരണം ഇവന് ഉറങ്ങിപ്പോയതല്ലായിരുന്നു, എങ്ങനെയെങ്കിലും അകത്ത് കയറട്ടെന്ന് വിചാരിച്ചാൽ ആദ്യം കുട്ടിയെ എടുത്ത് വണ്ടിയിലോട്ട് കയറ്റിയിട്ടാണ് പതുക്കെ കയറുന്നത്, അല്ലെ കുട്ടിയുമായിട്ട് കയറും. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവിതയാത്രയും ഒരു
ഒരു യാത്ര തന്നെ. ക്രിസ്തീയ ജീവിതവും ഒരു യാത്ര തന്നെ. അനേകർ വളരെ പ്രതീക്ഷയോടെ യാത്ര ചെയ്ത് വിശ്രമിക്കും. കർത്താവ് വരുമ്പോൾ വാഹനം വരുന്നത് പോലെ, ഇവിടെ കയറി വരുവീൻ എന്ന ശബ്ദം കേൾക്കുമ്പോൾ വാഹനത്തിൽ കയറുന്നത് പോലെ ഉഷസ്സിൻ്റെ ചിറക് ധരിച്ചെല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും. ആ സമയത്ത് ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ ഒരു വിശ്വാസിയുടെ സമ്പത്ത് ഇതൊക്കെയാണ്. ഒന്നാമത് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു വിശ്വാസത്താൽ, രണ്ടാമത് നീതീകരിക്കപ്പെട്ടു, മൂന്നാമത് കൃപയിലേക്ക് പ്രവേശനം ലഭിച്ചു, നാലാമത് ദൈവത്തോട് സമാധാനം പ്രാപിച്ചു, അഞ്ചാമത് ശുദ്ധീകരിക്കപ്പെട്ടു, ആറാമത് ആത്മാവെന്ന വാഗ്ദത്തം പ്രാപിച്ചു, ഏഴാമത് ശരീര സൗഖ്യം ലഭിക്കുന്നു, എട്ടാമത് ദൈവശക്തിയിൽ കാക്കപ്പെടുന്നു, ഒൻപതാമത് ലോകത്തെ ജയിക്കുന്നു, പത്താമത് വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നു, പതിനൊന്നാമത് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കും. എത്ര വലിയ പദവിയാണ്! ഇതെല്ലാം വിശ്വാസിയുടെ സമ്പത്താണ്. ഇതെല്ലാം വിശ്വാസിയുടെ വാഗ്ദത്തങ്ങളുടെ സമ്പത്താണ്. ദൈവത്തിന് സ്തോത്രം. ഈ വിശ്വാസം മൂലം ഈ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിച്ചിരിക്കുന്ന ഒരു ദൈവവൈതൽ, ഒരു വിശ്വാസി എത്രയോ വലിയ സമ്പന്നനാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് പ്രാപിക്കാത്ത വിശ്വാസി, ഇത് പ്രാപിക്കാത്ത ഒരു മനുഷ്യൻ എത്രയോ ദരിദ്രനാണ്. ഈ സമ്പത്തെല്ലാം വിശ്വാസത്താൽ പ്രാപിച്ച ദൈവവൈതലെ, നീ എത്രയോ മുൻപിലാണ്, എത്രയോ ഉയരത്തിലായിരിക്കുന്നു. പക്ഷേ ഇത് പ്രാപിക്കാത്തവർ എത്രയോ താഴെയായിപ്പോയി. ദൈവത്തിന് സ്തോത്രം. അതേസമയം വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെടുകയും ചെയ്യണമേ. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ പറയുന്നുണ്ട്, നാം വിശ്വാസികളാണ്, നാം കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടും. ഈ വിഷയങ്ങളിലൊക്കെ സത്യം തന്നെയാണ്. 11 കാര്യങ്ങൾ നാം കാര്യങ്ങളെല്ലാം വാസ്തവമാണ്. അപ്പോൾ തന്നെ റോമാലേഖനം 4:20 നാം വായിക്കുന്നു, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത്. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വസിക്കരുത്, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തോണം. ക്ഷീണിച്ചു പോകരുത്. വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെടണം. എന്നിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം, ഈ 11 വാഗ്ദത്തങ്ങൾ ദൈവത്തിന് സ്തോത്രം നാം പ്രാപിക്കുമ്പോൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ആ 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഊവെന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകേണ്ടതിന് അവനിൽ ആമേനെന്നും തന്നെ. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തത്തിൽ ക്ഷീണിക്കരുത്, ശക്തിപ്പെടണം. റോമർ 4:20 അതുപോലെ 2 കൊരിന്ത്യർ 1:20 വായിക്കുന്നത്, വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ആമേനെന്ന് പറഞ്ഞ് അവകാശം പറഞ്ഞ് ഏറ്റെടുത്തോണം. വാഗ്ദത്തത്തിൻ്റെ അവകാശികളാണെന്നറിഞ്ഞ് വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു കരം ദൈവവചനത്തിലെ വാഗ്ദത്തത്തിൻ്റെ മേൽ ഉറപ്പിച്ച് പിടിച്ച് മറ്റേ കരം സ്വർഗത്തിലേക്ക് ഉയർത്തി അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഈ വാഗ്ദത്തം എൻ്റെ അവകാശമാണ്, എൻ്റെ രോഗസൗഖ്യം എൻ്റെ അവകാശമാണ്, എൻ്റെ സമാധാനം എൻ്റെ അവകാശമാണ്,
എൻ്റെ ശുദ്ധീകരണം എൻ്റെ അവകാശമാണ്. എൻ്റെ ദൈവശക്തി എൻ്റെ അവകാശമാണ്. എൻ്റെ ഭൗതിക നന്മ എൻ്റെ അവകാശമാണ്. ആത്മീയമായ ഫലങ്ങൾ എൻ്റെ അവകാശമാണ്. ഇങ്ങനെ അവകാശത്തിൻ്റെ മേൽ കരങ്ങൾ വെച്ച് മറ്റേ കരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ അവകാശം പേര് പറഞ്ഞ് ആമേൻ എന്ന് പറഞ്ഞ് ഏറ്റെടുത്തോണം. അതാണ് വിശ്വാസത്താൽ പ്രാപിക്കുന്നത്. അതാ റോമാ-കൊരിന്ത്യർ ലേഖനത്തിൽ നാം വായിച്ച ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ എന്ന് പറഞ്ഞാൽ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് സത്യമാണ്. മനുഷ്യർ വാഗ്ദത്തമൊക്കെ പറഞ്ഞിട്ട് ഒന്നുകിൽ അച്ചായ അല്ലെങ്കിൽ അമ്മമ്മ ഇത്ര നാൾ മുമ്പ് എന്നോടൊരു വാഗ്ദത്തം പറഞ്ഞിരുന്നല്ലോ, ഇന്ന കാര്യത്തിന് വേണ്ടി ഇപ്പം അതിൻ്റെ ആവശ്യമാണ്, എനിക്ക് അത്യാവശ്യം വന്നിരിക്കുന്നത് തരണമേന്ന് പറഞ്ഞു. എന്നാൽ അതെൻ്റെ കുഞ്ഞെ, അല്ലേ സാറേ, അല്ലേ അച്ചായ, അന്ന് ഞാനങ്ങനെ അങ്ങ് പറഞ്ഞു, ഇപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ അല്ലേ, ഇപ്പം സാമ്പത്തികമായിട്ട് വലിയ മാന്യമാണ്, കൊറോണയൊക്കെ അല്ലേ, നിവൃത്തിയില്ല, പ്രശ്നങ്ങളാ, ഇനിയൊരവസരമാട്ടെ എന്ന് പറഞ്ഞ് മനുഷ്യർ മാറിപ്പോകും. പക്ഷേ യുഗങ്ങളുടെ പാറയാകുന്ന നമ്മുടെ കർത്താവ്, അവൻ വാഗ്ദത്തം പറഞ്ഞാൽ മാറ്റമില്ല, ഉവ്വ് എന്ന് തന്നെ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വമുണ്ടാകുമാറ് എന്ന് പറഞ്ഞാൽ വാഗ്ദത്തത്തിൽ സംശയിക്കാതെ ദൈവത്തിന് മഹത്വമുണ്ടാകുവാൻ ആമേൻ എന്ന് പറഞ്ഞ് ഏറ്റെടുത്തോണം. നാം വാഗ്ദത്തത്തിൽ സംശയിക്കാതെ ദൈവത്തിന് മഹത്വം വരേണ്ടതിന് അത് ഏറ്റെടുത്ത് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് നൽകിയ വാഗ്ദത്തങ്ങൾ നാം വിശ്വാസത്താൽ സ്വീകരിച്ച് അനുഭവിക്കുമ്പോൾ അതിൽ കൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നു. ദൈവം ഇതിലേ നിൻ്റെ ജീവിത മുഖാന്തരം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ, ദൈവത്തിന് സന്തോഷമുണ്ടാകട്ടെ, ദൈവം മഹത്വപ്പെടട്ടെ. അവൻ്റെ കുഞ്ഞിൻ്റെ വാഗ്ദത്തം ഏറ്റെടുത്ത് അനുഭവിക്കുന്നത് കാണുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് എന്ത് സന്തോഷമാണെന്നറിയാമോ? ഒരു കുട്ടിക്ക് വാങ്ങിക്കൊണ്ടുവന്ന ഒരു മധുര പലഹാരം കുഞ്ഞ് കഴിക്കുന്നത് കാണുമ്പോൾ അപ്പന് സന്തോഷമുള്ളതിനേക്കാൾ എത്രയോ കോടി മടങ്ങ് അനുഗ്രഹവും സന്തോഷവുമാണ്. നീ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുമ്പോൾ ദൈവം സന്തോഷിക്കുന്നത്. അത് നമ്മുടെ അവകാശമാണ്. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്വത്തിൻ്റെ അവകാശങ്ങളെ ഏറ്റെടുക്കണം. ദൈവത്തിന് സ്തോത്രം. അത് അവകാശമാക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എല്ലാം പ്രതികൂലമായി പോയാലും വാഗ്ദത്തത്തിൻ്റെ അവകാശം നഷ്ടപ്പെട്ടു പോകുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറാത്തവൻ ആർദ്രവാനായ ദിനം കൂടെയുണ്ട്. ആർത്തിയറിഞ്ഞവൻ അവശ്യമേകിടും പാർത്തലയാരുമിൽ ലേശുവേ പോ. ഖേദമെന്നാകിലും മോദമെന്നാകിലും ഭേദമില്ലാത്തൊരു സ്നേഹിതനാണവൻ. മേദിനിയിൽ വേദനകൾ ഏവിധമൊക്കെ എന്നറിഞ്ഞോൻ. മേദിനിയിൽ വേദനകൾ ഏവിധമൊക്കെ എന്നറിഞ്ഞോൻ. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറാത്തവൻ ആർദ്രവാനായ ദിനം കൂടെയുണ്ട്. ആർത്തിയറിഞ്ഞവൻ അവശ്യമേകിടും പാർത്തലയാരുമിൽ ലേശുവേ പോൽ. പരിശുദ്ധ പിതാവേ, അവിടുത്തെ സ്ഥലത്തിൻ്റെ മക്കളുമായി വരുന്നു. വിവിധ വിഷയങ്ങളിൽ നീറി പുകഞ്ഞ് ഇരിക്കുന്ന അനുഭവങ്ങളുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഊവന്ന് തന്നെയാണ്. അത് വിശ്വാസത്താൽ ഏറ്റെടുത്ത്
ആമേൻ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അനുഭവിക്കുവാൻ നിൻ്റെ മക്കളെ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. എല്ലാ വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ ശക്തിപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.